പൂർണ്ണമായിട്ടൊരു സമാധാനത്തിൽ വന്ന് ഇപ്പോഴും നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ട്രംപ് ഒരു 14 നിർദ്ദേശം അങ്ങോട്ട് വയ്ക്കുന്നു, ഇറാൻ 15 നിർദ്ദേശം അങ്ങോട്ട് വയ്ക്കുന്നു. അപ്പോൾ ഇറാൻ്റെ പ്രൊപ്പോസലിൽ ഇല്ലാത്തൊരു കാര്യം ന്യൂക്ലിയർ ഇതാണ്, യുറേനിയം പ്രൊലിഫറേഷനാണ്. മുമ്പ് പറഞ്ഞ 10 കാര്യങ്ങൾ കുറേ കൂടി എക്സ്പാൻഡ് ചെയ്ത് ഇറാൻ വീണ്ടും പറയുന്നു എന്നേ ഉള്ളൂ. മുമ്പ് പറഞ്ഞിട്ടുള്ള ലബനാനിൽ ആക്രമണം നിർത്തുക, സാമ്പത്തിക ഉപരോധം നീക്കുക, കോമ്പൻസേഷൻ തരിക, ആ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്ത് പറയുന്നു. മുമ്പ് അമേരിക്ക പറഞ്ഞാൽ അതിങ്ങനെ തന്നെ പറയുന്നു. അപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ട്രംപ് എന്ത് തീരുമാനിക്കുന്നുള്ളതാണ്. ട്രംപ് പറയുന്ന ആദ്യം ഇത് കിട്ടുമ്പോൾ ഇത് ശരിയല്ല, ഞാൻ ഇനി അടിക്കാൻ പോവാണെന്ന് പറയുന്നു. കുറച്ച് പറഞ്ഞിങ്ങനെ പീസ് ടോക്ക് മുന്നോട്ട് പോകണമെന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത് തന്നെയാണ് ഇതിങ്ങനെ തൊട്ടും തൊടാതെയും തല്ലിയും തലോടിയും ഒക്കെ ഇത് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇത് ചിലപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഇത് വീണ്ടും പ്രതിസന്ധിയിലാവും, വീണ്ടും ചർച്ച പുനരാരംഭിക്കും. അതായത് ചർച്ച നടന്നുകൊണ്ടേയിരിക്കുക. പക്ഷേ ഹോർമുസ് കടലിടുക്കുള്ള നാവിഗേഷൻ അത് വളരെ പ്രധാനമാണല്ലോ. കാരണം അത് എല്ലാവരെയും ബാധിച്ചു കഴിഞ്ഞു. അമേരിക്കയും ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയുടെ കണക്കനുസരിച്ച് വൻതോതിൽ വിലക്കയറ്റം വർദ്ധിക്കാൻ വിലക്കയറ്റം കൂടാൻ പോവാണ് അവിടെയും. അവരെ സംബന്ധിച്ചൊരു ആശങ്കയാണ്. പക്ഷെ എന്താണ് പറയുക, ഒരു ബുദ്ധിപരമായ എക്സിറ്റ് അമേരിക്ക ആവശ്യമുണ്ട്. അത് ട്രംപിന് നന്നായിട്ട് അറിയാം. ട്രംപ് അത് എക്സിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കാര്യം ഉണ്ടാക്കാൻ വേണ്ടിയാണുള്ള ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതല്ലാതെ ഇറാൻ പറഞ്ഞു എന്നാൽ ഞങ്ങളത് സമ്മതിച്ചു കൊടുത്തേക്കാം, ഇറാൻ്റെ ഉപരോധമൊക്കെ നീക്കിയേക്കാം, ലബനാനിൽ ആക്രമിക്കരുതെന്ന് ഇസ്രായേലിനോട് പറയാം. ഇതൊക്കെ സാധ്യമാണോ? നമുക്ക് അതിൻ്റെ ഒരു പോസിബിലിറ്റി കൂടി നോക്കണമല്ലോ. ഇസ്രായേലിനോട് പറയുകയാണ് നിങ്ങൾ ലബനാൻ ആക്രമിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ്റെ മേലുള്ള ഉപരോധമൊക്കെ അങ്ങ് നീക്കി ഇത് സാധ്യമാവുമെന്ന് എനിക്ക് ഇപ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അങ്ങനെ ഇറാൻ്റെ എല്ലാ ഡിമാൻഡ്സും US അംഗീകരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അമേരിക്കയ്ക്ക് ഇതിൽ നിന്ന് ഊരണം. അമേരിക്കയ്ക്ക് ഈ ഹോർമുസ് കടലിടുക്ക് പ്രതിസന്ധിയിൽ നിന്ന് ഊരണമെങ്കിൽ അവരൊരു നിർണായകമായ ഒരു സമയം നോക്കിയേക്കാണ്, ഒരു അവസരം നോക്കിയേക്കാണ്. ആ അവസരം സംജാതമാകുമ്പോൾ ചിലപ്പോൾ ട്രംപ് മാറിയേക്കാം എന്നല്ലാതെ നമുക്കിതെന്താവുമെന്ന് ഇപ്പോൾ പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.